ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുത്തൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിവസം ഒരു മാസത്തോളമൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും, കേടാവൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റുക. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചേർത്താൽ മതി. അപ്പോഴാണ് ആ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വേറെ വേറെ കടിക്കുന്ന ഒരു ഫീല് കിട്ടും പഞ്ചസാര. അപ്പോൾ എല്ലാം നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഇനി എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരൊറ്റ മുട്ടയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ടൊരു എന്താ പറയുക ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് മതിയാവുന്നുള്ളത്. നല്ല പോലെ കൈ വെച്ചിട്ട് തിരുമ്മി എടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി റവയിലൊക്കെ പിടിച്ച് നന്നായിട്ട് റവ കുതിർന്ന് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് റെഡിയായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-1.5 മിനിറ്റ് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ അവസാനത്തെ ഇതുപോലെ നമുക്കൊരു കട്ട മാതിരി ആക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റ് ഒന്നും അല്ല കേട്ടോ ഉണ്ടാവുക, ഇങ്ങനെ തന്നെ ഉണ്ടാവുക. നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്ന പോലെയും തോന്നാം. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ആട്ടോ മാറ്റി വെച്ചിട്ടില്ല. അതിന് ശേഷം നമ്മളിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാതെ ഇങ്ങനെ പൊടിയണ പോലെ തോന്നാം, പക്ഷെ കുഴപ്പമില്ല. ഇതിന് കുറച്ചായിട്ട് എടുത്തിട്ട് ആദ്യം കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്യുക. കാരണം നമ്മൾ പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവുക, ഒട്ടിപ്പിടിക്കണ മാതിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റവയൊക്കെ മിക്സായി ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഇതുപോലെ കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്രാക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് റോൾ ചെയ്തെടുക്കണം. കൈൻ്റെ ഇടയിൽ വെച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആദ്യം കുറച്ചെടുത്തിട്ട് പ്രസ് ചെയ്യുക കൈ വെച്ചിട്ട്. എന്നിട്ട് 2 കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്മൂത്തായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് റോൾ ചെയ്യരുത്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ക്രാക്കൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മുമ്പ് റവേൻ്റെ ഇതുപോലെ തന്നെ ഒരു ബോൾസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ക്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചതിന് ശേഷം ഒരുപാട് എടുത്ത് വെക്കരുത്. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചൂടാക്കിയിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യരുത്. നമ്മൾ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ചൂട് മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. കാരണം നമ്മൾ കുഞ്ഞു ബോൾസാണ് ചെയ്തെങ്കിലും അതിൻ്റെ ഉൾഭാഗം വേവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണയിൽ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുക്കി പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സൈഡും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു കളർ ആവുന്നത് വരെ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കളർ ആവണം, അതുപോലെ തന്നെ ഉള്ളു വേവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ചൂടോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ചൂടില്ലാതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ടും, ഒരുപാട് സോഫ്റ്റും അല്ല ഉണ്ടാവുക. പക്ഷേ ആ പാൽപ്പൊടീൻ്റെ ആ രുചിയും ആ റവയുടെ ടേസ്റ്റും ഒക്കെ കൂടി ഇത് നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മുട്ട ഒഴിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അങ്ങ് കുഴഞ്ഞ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ 1-2 സ്പൂൺ പാല് ചേർത്ത് കൊടുത്താലും മതി.
അതുപോലെ തന്നെ നമുക്ക് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയുന്നു വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.